നമസ്തേ. ഒരു കഥ പറയാം. പണ്ട് 1ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കഥയാണ്. ഒരു ദിവസം രാവിലെ കോഴിയമ്മയും കുഞ്ഞുങ്ങളും കൂടി മുറ്റത്ത് ചിക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മുറ്റത്ത് നിന്ന ഒരു നെല്ലിമരത്തിൽ നിന്ന് ഒരു നെല്ലിക്ക കോഴിയമ്മയുടെ തലയിൽ വീണു. കോഴിയമ്മ പരിഭ്രാന്തയായി മുകളിലേക്ക് നോക്കി നിലവിളിച്ചു. ആകാശം ഇടിഞ്ഞു വീഴുന്നുണ്ട്. കേട്ടു നിന്ന കുഞ്ഞിക്കോഴികളെല്ലാം ഓട്ടം തുടങ്ങി. അമ്മക്കോഴിയും ഓട്ടം. പോണ വഴിക്ക് ഒരു വലിയ താറാവിന്റെ കൂട്ടം. താറാവമ്മ ചോദിക്കുന്നു, എന്തു പറ്റി, എങ്ങോട്ടാണ് ഈ നെട്ടോട്ടം? അപ്പൊ കോഴിയമ്മ പറഞ്ഞു, നീ അറിഞ്ഞില്ലേ, ആകാശം ഇടിഞ്ഞു വീണു. കേട്ട പാതി കേൾക്കാത്ത പാതി താറാവിന്റെ കൂട്ടവും കൂടെ ഓടിത്തുടങ്ങി. ഇങ്ങനെ കോഴിയമ്മയും മക്കളും താറാവമ്മയും മക്കളും നെട്ടോട്ടം ഓടുമ്പോഴാണ് ഒരു കുറുക്കൻ വഴിയിൽ നിൽക്കുന്നു. കുറുക്കൻ പണ്ടേ കൗശലക്കാരനാണല്ലോ. സൂത്രശാലിയായ കുറുക്കൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഓട്ടം? അപ്പോ താറാവമ്മ പറഞ്ഞു, ആകാശം ഇടിഞ്ഞു വീഴുന്നു എന്ന് ഈ കോഴി പറഞ്ഞു. നീ അറിഞ്ഞില്ലേ? കുറുക്കൻ പെട്ടെന്ന് ഭാവമൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു, ഞാനത് നേരത്തെ അറിഞ്ഞിരുന്നു, നിങ്ങളതിപ്പോഴാണോ അറിയുന്നത്? ആകാശം ഇടിഞ്ഞു വീഴുമ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാനൊരു സുരക്ഷിതമായ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ഇത് കേട്ടതും ഈ കൂട്ടങ്ങളെല്ലാം കുറുക്കന്റെ പിന്നാലെ കൂടി. കുറുക്കൻ അവരെ നേരെ ഒരു ഗുഹയിലേക്കാണ് കൊണ്ടുപോവുക. ആ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്ന ഒരു പക്ഷിയും പിന്നെ തിരിച്ച് പുറലോകം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാണ് ആ കഥ അവസാനിക്കുന്നത്. സത്യത്തില് ഇന്ന് പലതരം വാർത്തകൾ പല കോണുകളിൽ നിന്ന് കേൾക്കുമ്പോൾ സത്യമേതാണ്, അസത്യമേതാണ്, അർദ്ധസത്യമേതാണ് എന്നറിയാതെ വളരെ പെട്ടെന്ന് ലൈക്കും ഡിസ്ലൈക്കും കമന്റുമൊക്കെ ചെയ്യുന്ന നമ്മുടെ കാലത്ത് നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്നുണ്ടോ പട്ടുപോകുന്നുണ്ടോ എന്നോർത്തെടുക്കാൻ ഈ കഥ നമ്മളെ സഹായിക്കും. ആദരവോടെ.